വീടിന് മുന്നിലെ മദ്യപാനത്തെ ചോദ്യം ചെയ്ത വീട്ടമ്മയുടെ വസ്ത്രം വലിച്ചു കീറുകയും റോഡിലൂടെ വലിച്ചിഴക്കുകയും ചെയ്ത കേസിൽ പ്രതികളെ ഭരണകക്ഷിയിൽപ്പെട്ട ജനപ്രതിനിധികൾ സംരക്ഷിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ. പാലുകാച്ചലിന് വരെ കയറിയിറങ്ങുന്ന ജനപ്രതിനിധികൾ പീഡിപ്പിക്കപ്പെട്ട വീട്ടമ്മയെ കാണാൻ പോലും തയ്യാറായില്ലെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ജോർജ് ജോസഫ് കുറ്റപ്പെടുത്തി. വീട്ടമ്മയുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി നഗ്നയാക്കി റോഡിൽ വലിച്ചിഴച്ച് പീഡിപ്പിച്ച സംഭവം നടന്ന് 17 ദിവസം പിന്നിട്ടിട്ടും പ്രതികളെ പൂർണ്ണമായും പിടികൂടാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് പ്രതികളെ സംരക്ഷിക്കുന്ന ഭരണകക്ഷിയിലെ ജനപ്രതിനിധികൾക്കെതിരെ ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയത്. ഭരണകക്ഷിയിലുള്ള ജനപ്രതിനിധികളുടെയൊക്കെ സ്വാധീനം അതിൻ്റെ പിറകിലുള്ളതുകൊണ്ട് ആയിരിക്കും ഇത്രയും നാളായിട്ട് ഈ പ്രതികളെ പിടികൂടാൻ കഴിയാത്തതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടമ്മയെ ഭീഷണിപ്പെടുത്തി ഡിസ്ചാർജ് ചെയ്യിപ്പിച്ചതും വീടിന് സമീപത്ത് അസഭ്യം പറഞ്ഞും വധഭീഷണി മുഴക്കിയും പോസ്റ്റർ ഒട്ടിച്ച സംഭവങ്ങൾ തുറന്നിട്ടും പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസിൻ്റെതെന്നും പാലുകാച്ചിന് കയറിയിറങ്ങുന്ന ജനപ്രതിനിധികൾ ആക്രമണത്തിനിരയായ വീട്ടമ്മയെ ഒന്ന് കാണാൻ പോലും കൂട്ടാക്കിയില്ലെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ഡോക്ടർ ജോർജ് ജോസഫ് കുറ്റപ്പെടുത്തി. ജനപ്രതിനിധികൾ ആരെങ്കിലും മരിച്ചാൽ വീട്ടിലെത്തുന്നവർ, ആരുടെയെങ്കിലും കല്യാണമുണ്ടെങ്കിൽ ഓടിയെത്തുന്നവർ, ക്ഷണിച്ചും ക്ഷണിക്കാതെയും ഭവനങ്ങളുടെ മാറ്റത്തിന് വീട് മാറ്റത്തിന് പോകുന്നവരൊന്നും ഈ സമയത്ത് ഇത്രയും ദിവസമായിട്ടും 17 ദിവസം കഴിഞ്ഞിട്ടും ഈ വീട്ടിലേക്ക് പോയിട്ടില്ല എന്നുള്ള വസ്തുത മനസ്സിലാകുമ്പോൾ ആരുടെയൊക്കെ പിന്തുണ കൊണ്ടാണ് ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടാതിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സംഭവം നടന്ന് 17 ദിവസമായിട്ടും പോലീസ് പ്രതികളെ പിടികൂടാത്തതിൽ വിഷമമുണ്ടെന്ന് പീഡനത്തിനിരയായ വീട്ടമ്മ പറഞ്ഞു. പ്രയാസമുണ്ട്. പ്രതികളെ ഇത്ര ദിവസമായിട്ടും പിടികൂടാതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രതികളെ പിടികൂടേണ്ടായിരുന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ കാണിച്ചു കൊടുത്ത പ്രതികളെ എല്ലാം പിടികൂടില്ല. നീതിക്കായി കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് ഓർത്തഡോക്സ് സഭ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വളരെ ഗൗരവമായ ഒരു വിഷയത്തിൽ തന്നെയാണ് അത്രയും ശക്തമായ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഓർത്തഡോക്സ് സഭ രംഗത്തെത്തിയിരിക്കുന്നത്. പാലുകാച്ചിന് കയറിയിറങ്ങുന്ന ജനപ്രതിനിധികൾ ഈ വീട്ടമ്മയെ ഒന്ന് സന്ദർശിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമേറിയ കാര്യമാണ് ഈ വിഷയം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂടിയാണ് സഭ വിരൽ ചൂണ്ടുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് സഭാ പ്രതിനിധികൾ പറയുന്നത്? സൗമ്യ, കോലഞ്ചേരി സംഭവത്തിന് ശേഷം നിരന്തരമായി ഓർത്തഡോക്സ് സഭ സർക്കാരിനെതിരെ രംഗത്ത് വന്നു. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ശാസ്താംകോട്ടയിൽ വീട്ടമ്മ ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ, പീഡിപ്പിക്കപ്പെട്ട സംഭവത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഭരണകക്ഷിയിലെ ചില ജനപ്രതിനിധികളാണ് പ്രതികളെ സംരക്ഷിക്കുന്നതെന്ന് നേരിട്ട് തന്നെ ഓർത്തഡോക്സ് സഭ ആരോപണം ഉന്നയിച്ച ഇന്ന് കൊല്ലത്ത് വാർത്താ സമ്മേളനം നടത്തുകയുണ്ടായി. അതിൻ്റെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. അദ്ദേഹം ജോർജ് ജോസഫ് എന്ന് പറയുന്ന സഭാ സെക്രട്ടറി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായി തന്നെ അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്നു. സ്റ്റേഷനിൽ ഓരോ പ്രതികൾ ഇവരാണോ എന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തുന്നതിൻ്റെ ഭാഗമായി ഇവരെ വിളിച്ചു വരുത്തി വളരെ മോശമായ നിലയിൽ വാക്കുകൾ ഉപയോഗിച്ച് അപമാനിക്കുന്നു. സ്വാഭാവികമായും ഇത്തരത്തിലുള്ള ഒരു നേരിടേണ്ടി വരുമ്പോൾ, സമ്മർദ്ദം നേരിടേണ്ടി വരുമ്പോൾ ഈ വീട്ടമ്മ തന്നെ പരാതിയിൽ നിന്ന് പിന്മാറും എന്നുള്ള ഒരു ധാരണയിലാണ് പോലീസ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് സഭാ സെക്രട്ടറി നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ഇവർ കഴിഞ്ഞ 17 ദിവസമായി, സംഭവം നടന്ന് 17 ദിവസമായിട്ടും അപ്രധാനമായ 2 പ്രതികളെ മാത്രമാണ് പോലീസിന് അറസ്റ്റ് ചെയ്യാനായത്. പ്രധാനപ്പെട്ട പ്രതികൾ ഇപ്പോഴും ഒളിവിലാണ്. സ്ഥലത്തെ ഒരു MP-യും കേന്ദ്രമന്ത്രിയുടെ നേതൃത്വത്തിലാണ് പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നാണ് പരോക്ഷമായി ഇവർ സൂചിപ്പിക്കുന്നത്. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിൽ വീട്ടമ്മയെ വിവസ്ത്രയാക്കി മർദ്ദിച്ച സംഭവത്തിലെ പ്രതികളെ ഭരണകക്ഷിയിൽപ്പെട്ട ജനപ്രതിനിധി സംരക്ഷിക്കുന്നുവെന്ന ആരോപണവുമായി ഓർത്തഡോക്സ് സഭ രംഗത്ത്. ഭീഷണിയുടെ നിഴലിൽ കഴിയുന്ന തനിക്ക് നീതി ഉറപ്പാക്കണമെന്ന് ആക്രമണത്തിനിരയായ വീട്ടമ്മ ആവശ്യപ്പെട്ടു. വീടിന് സമീപം മദ്യപിച്ച സംഘത്തെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഒക്ടോബർ 26-ന് കൊല്ലം ശാസ്താംകോട്ട കുന്നത്തൂർ ഭൂതക്കുഴിയിൽ വീട്ടമ്മ പൈശാചികമായ ആക്രമണത്തിന് വിധേയയായത്. 9-അംഗ സംഘം ഇവരുടെ വസ്ത്രങ്ങൾ വലിച്ചുകീറി വിവസ്ത്രയാക്കി റോഡിലൂടെ വലിച്ചിഴച്ച് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. പ്രതികളുടെ പേരുകൾ സഹിതം പരാതിപ്പെട്ടിട്ടും ഇവരിൽ ഒരാളെ മാത്രമാണ് ഇതുവരെ പോലീസ് പിടികൂടിയിട്ടുള്ളത്. സംഭവത്തെക്കുറിച്ച് പരാതിപ്പെട്ടതിനെ തുടർന്ന് അപവാദ പോസ്റ്ററുകൾ വരെ പതിച്ചുകൊണ്ട് ഇവർക്കെതിരെ ഇപ്പോഴും പീഡനങ്ങൾ തുടരുകയാണ്. എനിക്ക് നീതി കിട്ടുന്നേരം വരെ ഞാൻ ഉറച്ചു നിൽക്കും. എന്നെ ഉപദ്രവിച്ചവരെ പോലീസ് ആദ്യം അടിച്ച പ്രതി പറയണം ആരൊക്കെ അടിച്ചെന്ന്, അവർ കണ്ടെത്തണം. പ്രയാസമുണ്ട്. പ്രതികളെ ഇത്ര ദിവസമായിട്ടും പിടികൂടാതിൻ്റെ പിറ്റേ ദിവസം തന്നെ പ്രതികളെ പിടികൂടേണ്ടായിരുന്നു. ഞാൻ പിറ്റേ ദിവസം തന്നെ കാണിച്ചു കൊടുത്ത പ്രതികളെ എല്ലാം പിടികൂടില്ല. ഭരണകക്ഷിയിലെ ഒരു ജനപ്രതിനിധിയും പ്രതികളെ സംരക്ഷിക്കുകയാണെന്ന ആരോപണവുമായി ഓർത്തഡോക്സ് സഭ രംഗത്തെത്തി.
പ്രതികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കാൻ സർക്കാർ തയ്യാറാക്കണമെന്ന് ഓർത്തഡോക്സ് സഭാ സെക്രട്ടറി ജോർജ് ജോസഫും ഫാദർ സജീവ് കെ വർഗീസും കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഭവം നടന്ന 17 ദിവസം കഴിഞ്ഞിട്ടും പ്രതികൾക്കെതിരെ നടപടിയെടുക്കാത്ത പോലീസ് സമീപനത്തിനെതിരെ ശക്തമായ പ്രതിഷേധമുയരുകയാണ്. സൂര്യ ന്യൂസ്, കൊല്ലം.